ഇപ്പോൾ എങ്ങനെയുണ്ട് സംഗതി? ഫുൾ കളർഫുള്ളാണ്. ഞാനില്ല അവതാറിൻ്റെയൊക്കെ ഒരു സെറ്റിൽ കയറിയ ഒരു ഫീലാണ് എനിക്കുള്ളത്. അപ്പോൾ എന്തായാലും ഞാൻ നിങ്ങളെ ഫസ്റ്റ് ഓഫ് ഓൾ വെൽക്കം ചെയ്യാണ് മറൈൻ വേൾഡ് സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാനുണ്ട്. സോ അപ്പോൾ നമുക്ക് കാഴ്ചയിലേക്ക് പോകാം. ഇനിയും നമ്മൾ സ്കൂബ ഡൈവിങ്ങിൻ്റെ ഒരു സെഷനിലേക്കാണ് പോകുന്നത്. ഇപ്പം ഒരു സ്കൂബ ഡൈവർ നമ്മളുടെ കടലിൻ്റെ അടിയിൽ സ്കൂബ ഡൈവ് ചെയ്താൽ എന്തൊക്കെ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് ഡയറക്റ്റ് കാണാൻ പറ്റുന്ന ഒരു ലെവലിലേക്കാണ് പോകുന്നത്. സോ അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയാൽ തീർച്ചയായും പുള്ളി എന്താണ് പുള്ളിയുടെ അടുത്ത് സെൽഫി കാര്യങ്ങളൊക്കെ എടുക്കാം. സെൽഫി എടുക്കാം, അവർ ഡൈവ് ചെയ്യും, ആക്ടിവിറ്റീസ് എന്തെങ്കിലുമൊക്കെ കാണിക്കും. അപ്പം ഇനി കുട്ടികൾക്ക് ഒരു എക്സ്പീരിയൻസ് ആണ്. ഒരാൾ ഡൈവ് ചെയ്ത് എങ്ങനെയാണ് പോകുന്നതെന്നുള്ളത് ലൈവ് കാണുക. കടലിനടിയിലൂടെ അവർ യാത്ര ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതും അവരുടെ പിന്നെ കോഡുകൾ എങ്ങനെയാണ് അവർ അങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതൊക്കെ നമുക്ക് ഇതിനകത്ത് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ അറിയാം. അവർ സൂപ്പർ ആണെന്നുണ്ടെങ്കിൽ അവരിങ്ങനെ കാണിക്കും. സൂപ്പർ അടിപൊളി. ആര് സൂപ്പറാണ്? നമ്മൾ സൂപ്പർ എന്ന് കാണിച്ചാൽ അവരിങ്ങനെ കാണിക്കും. ഓക്കെ, അങ്ങനെയാണ് അതിൻ്റെ ഇത്. പിന്നെ കുട്ടികൾക്ക് കുറച്ച് ഒരു കൗതുകമാണ്. അങ്ങനെ നമ്മൾ സ്കൂബ ഡൈവിങ്ങും അതുപോലെ തന്നെ മറൈൻ വേൾഡ് ഒക്കെ കഴിഞ്ഞിട്ട് ഇനിയൊരു വേറൊരു കിഡിലൻ ലോകത്തേക്ക് ഇതാ എത്തിയിരിക്കുകയാണ്. ഇത് ബട്ടർഫ്ലൈ വേൾഡ് എന്നാണ് ഇതിന്റെ പേര്. ഇത് കൂടുതലും ഇല്ലേ നമ്മുടെ സെൽഫീസ് ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ടാണ്, ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ടാണ്. സെൽഫി ഇടാനും DP ഇടാനും മറ്റേ സ്റ്റാറ്റസ് ഇടാനും ആണല്ലോ ഇപ്പം മത്സരം. അതിന് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു സെക്ഷനാണ്. ഫോട്ടോയ്ക്ക് കളർഫുൾ ആയിട്ടുള്ള ഫോട്ടോസ് കിട്ടാൻ ബാക്ക്ഗ്രൗണ്ട് ബട്ടർഫ്ലൈസും ഫ്ലവേഴ്സും. ശരിക്കും പറഞ്ഞാൽ ഇത് ഞാൻ ഇവിടെ ആദ്യം എത്തിയപ്പോൾ ഞാനിത് കണ്ടപ്പോൾ എനിക്ക് ഫസ്റ്റ് എൻ്റെ മൈൻഡിൽ പോയതെന്ന് പറഞ്ഞാൽ നമ്മുടെ അവതാർ സിനിമയാണ്. കാര്യം അവതാർ സിനിമയിൽ ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആർട്ടിഫിഷ്യൽ കാര്യങ്ങളൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇത് കൊള്ളാം, ഭയങ്കര കളർഫുള്ളാണ്. കുട്ടികളും അതുപോലെ തന്നെ എല്ലാവർക്കും നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്കിത് ഓരോന്നായിട്ടൊന്ന് ഇതിൻ്റെ വർക്കിംഗ് പ്രൊസീജിയറൊക്കെ ഒന്ന് അറിഞ്ഞാലോ? തീർച്ചയായും. ഇതിനിടയ്ക്കൊക്കെ നിന്ന് കുട്ടികൾ ഫോട്ടോ എടുക്കുമ്പോൾ കളർഫുൾ ആയിരിക്കും, രസമാണ്. ഫാമിലി ഫോട്ടോസൊക്കെ എടുക്കാൻ, അറേഞ്ച് ചെയ്തൊക്കെ വെക്കാനൊക്കെ, ഷോക്കേസിലൊക്കെ വെക്കാനൊക്കെ ഗംഭീരമായിരിക്കും. കളർഫുള്ളാണ് ഫ്ലവേഴ്സ് എല്ലാം. ഓക്കെ, അതിനുശേഷം പിന്നെ ഇതെല്ലാം എന്താ പറയുക, ഇതെല്ലാം പിന്നെ മൂവബിൾ ആണ്, മോട്ടറിൽ വർക്ക് ചെയ്യുന്ന റോബോട്ടിക്സ് ആണ് സാധനം. ഓക്കെ, പിന്നെ അതിനുശേഷം ഈ ഫ്ലവേഴ്സും എല്ലാം നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് അല്ലേ? അപ്പോൾ ഇന്നത്തെ ഒരു കിഡിലൻ എക്സ്പീരിയൻസ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ നമുക്ക് ഇനിയും നെക്സ്റ്റ് എപ്പിസോഡിൽ ഒരുപാട് സ്പെഷ്യൽ കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ മറൈൻ വേൾഡ് സ്പെഷ്യൽ എപ്പിസോഡ് ഇന്ന് ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡുമായിട്ട് വീണ്ടും കാണാം. ദിസ് ബൈ.